നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. മുതലക്കോടം ഹോളി ഫാമിലി ആശുപത്രിയുടെ നേതൃത്വത്തിൽ ക്രിസ്തുമസിനോടനുബന്ധിച്ച് 23-ന് ടൗൺ കരോൾ സംഘടിപ്പിക്കുന്ന ഹോസ്പിറ്റൽ മാനേജ്മെന്റ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. KPSTA ഉപജില്ലാ സമ്മേളനം നടന്നു. മുനിസിപ്പൽ കൗൺസിലർ NA അഗസ്റ്റിൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഡിസംബർ പാതി പിന്നിട്ടതോടെ മൂന്നാർ അതിശൈത്യത്തിന്റെ പിടിയിൽ. മൂന്നാറിലെ ചിലയിടങ്ങളിൽ അന്തരീക്ഷ താപനില -डिग्री രേഖപ്പെടുത്തി. കുടുംബശ്രീ ജില്ലാ മിഷൻ ഇടുക്കി ജില്ലാതല ക്രിസ്മസ് വിപണന മേളയുടെ ഉദ്ഘാടനം വണ്ണപ്പുറത്ത് സംഘടിപ്പിച്ചു. മേളയുടെ ഉദ്ഘാടനം മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷൈനി റജി നിർവഹിച്ചു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ വിജയാഹ്ലാദ പ്രകടനം നടത്തി. തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം മങ്ങാട്ടുകൊല പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. വാർത്തകൾ വിശദമായി. മുതലക്കോടം ഹോളി ഫാമിലി ആശുപത്രിയുടെ നേതൃത്വത്തിൽ ക്രിസ്മസിനോടനുബന്ധിച്ച് ടൗൺ കരോൾ സംഘടിപ്പിക്കുകയും നിർധനരായ രോഗികൾക്ക് സൗജന്യ ചികിത്സാ സഹായം നൽകുകയും ചെയ്യുമെന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ടൗൺ കരോൾ ഡിസംബർ 23-ന് തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻ പള്ളിയിൽ നിന്നും ആരംഭിച്ച് ഗാന്ധി സ്ക്വയർ, സിവിൽ സ്റ്റേഷൻ, മാർക്കറ്റ് റോഡ്, മങ്ങാട്ടുകൊല ബസ് സ്റ്റാൻഡ് വഴി ഹോളി ഫാമിലി ആശുപത്രിയിൽ സമാപിക്കും. സെന്റ് സെബാസ്റ്റ്യൻ ഫൊറോന പള്ളി വികാരി ഫാദർ ജോസ് പൊതുർ ഉദ്ഘാടനം നിർവഹിക്കും. മുതലക്കോടം സെന്റ് ജോർജ് ഫൊറോന പള്ളി വികാരി ഫാദർ സെബാസ്റ്റ്യൻ ആരോലിച്ചാലിൽ സമാപന സന്ദേശം നൽകും. സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സമഭാവനയുടെയും സന്ദേശം സമൂഹത്തിലേക്ക് നൽകുന്നതിനായി മുതലക്കോടം ഹോളി ഫാമിലി ആശുപത്രി ഡിസംബർ 23-ന് വൈകിട്ട് 6-ന് തൊടുപുഴ ടൗണിൽ ക്രിസ്മസ് കരോൾ സംഘടിപ്പിക്കും. പാവപ്പെട്ടവരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും ദൈവമായി പിറന്ന ഉണ്ണിയേശുവിന്റെ സ്നേഹത്തിൽ കരുണയുടെ വാഹകരാകാൻ ഈ ക്രിസ്മസിനോടനുബന്ധിച്ച് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 50 വൃക്കരോഗികൾക്ക് സൗജന്യ ഡയാലിസിസ് ചികിത്സാ സഹായവും 50 തിമിര ശസ്ത്രക്രിയയും ചെയ്തു കൊടുക്കും. ഡിസംബർ 23-ന് നടക്കുന്ന ടൗൺ കരോൾ സെന്റ് സെബാസ്റ്റ്യൻ പള്ളിയിൽ നിന്നും ആരംഭിക്കും. തുടർന്ന് ഗാന്ധി സ്ക്വയർ, സിവിൽ സ്റ്റേഷൻ, മാർക്കറ്റ് റോഡ്, മങ്ങാട്ടുകവല ബസ് സ്റ്റാൻഡ് വഴി മുതലക്കോടം ഹോളി ഫാമിലി ഹോസ്പിറ്റലിൽ സമാപിക്കും. തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻ ഫൊറോന പള്ളി വികാരി ഫാദർ ജോസ് പൊതുർ ഉദ്ഘാടനം നിർവഹിക്കും. മുതലക്കോടം സെന്റ് ജോർജ് ഫൊറോന പള്ളി വികാരി ഫാദർ സെബാസ്റ്റ്യൻ ആരോലിച്ചാലിൽ സമാപന സന്ദേശം നൽകും. ക്രിസ്മസിനോടനുബന്ധിച്ച് ഹോളി ഫാമിലി ഹോസ്പിറ്റലിൽ ഡിസംബർ 23 വൈകുന്നേരം തൊടുപുഴ ടൗണിൽ ഒരു മെഗാ ക്രിസ്മസ് കരോൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഏകദേശം 500 പേര് പങ്കെടുക്കുന്ന ഈ ക്രിസ്മസ് കരോളിൽ നിങ്ങളുടെ ഏവരുടെയും സഹകരണം പ്രതീക്ഷിക്കുകയാണ്. ഒപ്പം തന്നെ ഈ ക്രിസ്മസിനോടനുബന്ധിച്ച് നമ്മൾ 50 വൃക്ക രോഗികൾക്ക് സൗജന്യമായി ഡയാലിസിസ് നൽകാനായിട്ട് തീരുമാനമെടുത്തിട്ടുണ്ട്. അതോടൊപ്പം നിർധനരായ 50 പേഷ്യൻസിന് തിമിര ശസ്ത്രക്രിയയും സൗജന്യമായി ചെയ്തു കൊടുക്കുവാനായിട്ട് ഹോസ്പിറ്റലിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. അപ്പം ഈ സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമഭാവനയുടെയും സന്ദേശം ഈ സമൂഹത്തിന് നൽകുന്ന ഹോളി ഫാമിലി ഹോസ്പിറ്റൽ സംഘടിപ്പിക്കുന്ന ഈ മെഗാ ക്രിസ്മസ് കരോളിൽ നിങ്ങളുടെ ഏതെങ്കിലും സാന്നിധ്യവും സഹകരണവും ഏറെ പ്രതീക്ഷിക്കുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും ക്രിസ്മസിൻ്റെ എല്ലാ മംഗളങ്ങളും നേരുകയാണ്. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മുതലക്കോടം ഹോളി ഫാമിലി ആശുപത്രി അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ മേരി ആലപ്പാട്ട്, അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ഡോക്ടർ ആഷ മരിയ, മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ജോളി ജോർജ്, നഴ്സിംഗ് സൂപ്രണ്ട് സിസ്റ്റർ ജോസി, കോർഡിനേറ്റർ അനൂപ് പി ജോസ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഭരണാധികാരികളുടെ സ്വാർത്ഥ താല്പര്യത്തിനു വേണ്ടി പൊതുവിദ്യാഭ്യാസ മേഖലയെ സംഘപരിവാർ ശക്തികൾക്ക് തീരെഴുതാനുള്ള നീക്കത്തിനേറ്റ തിരിച്ചടിയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പ് ഫലമെന്ന് KPSTA ഉപജില്ലാ സമ്മേളനത്തിൽ ഭാരവാഹികൾ പറഞ്ഞു. മുനിസിപ്പൽ കൗൺസിലർ NA അഗസ്റ്റിൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഉപജില്ലാ പ്രസിഡന്റ് സിജു ഏലിയാസ് അധ്യക്ഷത വഹിച്ചു. ജനവികാരം മനസ്സിലാക്കാതെ അഹങ്കാരം നിറഞ്ഞ തീരുമാനങ്ങളും നയങ്ങളും ഇടതു സർക്കാരിനെ ദുർഭരണത്തിലേക്ക് നയിച്ചു. സർക്കാർ സാമ്പത്തിക താൽപര്യങ്ങൾ മാത്രം മുൻഗണനയാക്കി ജീവനക്കാരുടെയും അധ്യാപകരുടെയും കുട്ടികളുടെയും ആനുകൂല്യങ്ങളും അവകാശങ്ങളും നിഷേധിച്ച് പൊതുവിദ്യാഭ്യാസത്തെ തകർത്തു. സാംസ്കാരിക കേരളത്തിന്റെ മതേതര മനസ്സിന് മുറിവേൽപ്പിക്കുന്ന ഫാസിസ്റ്റുകളുടെ വളർച്ച ഭാവി കേരളത്തിന് ഭീഷണിയാണെന്നും
മതേതര കേരളം ഒറ്റക്കെട്ടായി ഈ ആപത്തിനെതിരെ പൊരുതണമെന്നും KPSTA ഉപജില്ലാ സമ്മേളനത്തിൽ പ്രമേയത്തിലൂടെ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. മുനിസിപ്പൽ കൗൺസിലർ NA അഗസ്റ്റിൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. തുടങ്ങി കഴിയുമ്പം എന്തായിരിക്കും അവസ്ഥ എന്ന് കണ്ടറിയേണ്ടതുണ്ട്. ശരിക്കും നമ്മൾ എങ്ങനെയിട്ട് പൂച്ച എങ്ങനെയിട്ടാണ് നാലുകാലം നിൽക്കുന്ന പറഞ്ഞ പോലെ എങ്ങനെയിട്ട് നാലുകാലം നിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ്. അതുപോലെ രാഷ്ട്രീയക്കാരെ അടുത്തറിഞ്ഞപ്പോഴും ഉണ്ടാകുന്ന നമ്മുടെ ധാരണകൾ പലതും ചില ധാരണകൾ നന്നായി, ചില ധാരണകൾ എങ്ങനെയാണോ എന്ന് സംശയം തോന്നി. അതിനൊക്കെ ഒരു പുതിയ മേഖലയിലേക്കാണ്. എന്തായാലും അതിനെ തരണം ചെയ്യാം, സഭയിൽ തന്നെ തരണം ചെയ്യാമെന്നൊരു വിശ്വാസത്തിലാണ് പോകുന്നത്. ഒരു കൊല്ലം കഴിയുമ്പോൾ അറിയാം, നിങ്ങൾക്ക് തന്നെ വിശകലനം ചെയ്യാം ഇത് ശരിയാണോ പോക്ക് അതോ എങ്ങനെയാണ് എന്ന് വിശകലനം ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. സംഘടന ഉപജില്ലാ പ്രസിഡന്റ് സിജു ഏലിയാസ് അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ കൗൺസിലർ ആബിദ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ വിൻസെന്റ് ജോസഫ്, അജിമോൻ പൗലോസ്, നേതാക്കളായ റോയി മാത്യു, നോബിൾ വർഗീസ്, എൽദോ സ്റ്റീഫൻ, ബോബിൻ ബോസ്, സോമിൻ ജോസഫ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി റോയി മാത്യു, സെക്രട്ടറിയായി എൽദോ സ്റ്റീഫൻ, ട്രഷററായി രാജേഷ് GR എന്നിവരെ തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഡിസംബർ പാതി പിന്നിട്ടതോടെ മൂന്നാർ അതിശൈത്യത്തിന്റെ പിടിയിൽ. മൂന്നാറിലെ ചിലയിടങ്ങളിൽ അന്തരീക്ഷ താപനില മൈനസ് രേഖപ്പെടുത്തി. ചിലയിടങ്ങളിൽ അന്തരീക്ഷ താപനില 0 രേഖപ്പെടുത്തി. വരും ദിവസങ്ങളിൽ അന്തരീക്ഷ താപനില ഇനിയും താഴുമെന്നാണ് പ്രതീക്ഷ. ഡിസംബർ എത്തിയതോടെ മൂന്നാർ തണുത്തു വിറയ്ക്കുകയാണ്. മൂന്നാറിൽ ദിവസവും അന്തരീക്ഷ താപനില താഴേക്ക് പോകുന്ന സ്ഥിതിയുണ്ട്. മൂന്നാർ സെവൻമല സെഷനിൽ അന്തരീക്ഷ താപനില -1 ഡിഗ്രി രേഖപ്പെടുത്തി. ചെണ്ടുവര, സൈലന്റ് വാലി, നല്ലതണ്ണി തുടങ്ങി വിവിധയിടങ്ങളിൽ അന്തരീക്ഷ താപനില 0 രേഖപ്പെടുത്തി. மூணாரில் பனிக்காலம் தொடங்கிருச்சு. பாருங்கள், நடையார் எஸ்டேட்டுக்கு போகிற வழியில் பனி படர்ந்து கிடக்கு. டீ தேலையை ஃபுல்லாக பனி தான். கீழே புல் எல்லாமே பனி படர்ந்து எல்லாமே பனி தான். இன்னும் நமக்கு இன்னும் 3 மாதத்துக்கு ஃபுல்லாக மூணாரில் பனிக்காலம் தான். கையில் அல்ல ഈ സീസണിലെ ഏറ്റവും കുറഞ്ഞ താപനിലയാണ് കഴിഞ്ഞ രാത്രിയിലും പുലർച്ചെയുമായി മൂന്നാറിലെ വിവിധയിടങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അന്തരീക്ഷ താപനില താഴ്ന്നതോടെ പുൽമേടുകളിലും വാഹനങ്ങളുടെ ചില്ലുകളിലും മഞ്ഞുറഞ്ഞിരുന്ന കാഴ്ച മൂന്നാറിൽ പലയിടത്തുമുണ്ടായി. ഈ മാസം പകുതി മുതൽ മൂന്നാറിലെ അതിശൈത്യം ആരംഭിച്ചിരുന്നു. തണുപ്പ് വർദ്ധിച്ചതോടെ മൂന്നാറിലേക്ക് സഞ്ചാരികളുടെ വരവ് വർദ്ധിക്കുമെന്ന പ്രതീക്ഷയിലാണ് വിനോദസഞ്ചാര മേഖല. രാത്രിയിലെ അതിശൈത്യത്തിനൊപ്പം പകൽ സമയത്തും തണുപ്പനുഭവപ്പെടുന്ന സാഹചര്യം മൂന്നാറിലുണ്ട്. ക്രിസ്മസ്, പുതുവത്സര അവധി തുടങ്ങിയതോടെ മൂന്നാറിൽ തണുപ്പാസ്വദിക്കാനെത്തുന്ന സഞ്ചാരികളുടെ തിരക്കും വർദ്ധിച്ചിട്ടുണ്ട്. ഇത് വിനോദസഞ്ചാര മേഖലയ്ക്കും വിനോദസഞ്ചാര മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകൾക്കും വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. വരും ദിവസങ്ങളിൽ മൂന്നാറിൽ അന്തരീക്ഷ താപനില ഇനിയും താഴുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ബ്യൂറോ, മൂന്നാർ. കുടുംബശ്രീ ജില്ലാ മിഷൻ ഇടുക്കി ജില്ലാതല ക്രിസ്മസ് വിപണന മേളയുടെ ഉദ്ഘാടനം വണ്ണപ്പുറത്ത് സംഘടിപ്പിച്ചു. സംരംഭകരുടെ കലർപ്പും മായവുമില്ലാത്ത ഉൽപ്പന്നങ്ങൾ മിതമായ വിലയിൽ ജനങ്ങളിലേക്ക് എത്തിക്കുകയെന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച മേളയുടെ ഉദ്ഘാടനം മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷൈനി റെജി നിർവഹിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷൻ ഇടുക്കി ജില്ലാതല ക്രിസ്മസ് വിപണന മേളയുടെ ഉദ്ഘാടനം വണ്ണപ്പുറത്ത് സംഘടിപ്പിച്ചു. സംരംഭകരുടെ കലർപ്പും മായവുമില്ലാത്ത ഉൽപ്പന്നങ്ങൾ മിതമായ വിലയിൽ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച മേളയുടെ ഉദ്ഘാടനം നിരവധി വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷൈനി റെജി നിർവഹിച്ചു. കുടുംബശ്രീ അംഗങ്ങൾ തന്നെ ഉൽപ്പാദിപ്പിച്ച ഈ കേക്ക് നമുക്ക് സാധാ കടകളിൽ നിന്ന് കിട്ടുന്നതിലും വില വ്യത്യാസം കാണും. അപ്പോൾ നമുക്കറിയാം, വണ്ണപ്പുറത്ത് എന്ത് സംരംഭം കുടുംബശ്രീ പ്രവർത്തകർ ആരംഭിച്ചാലും അതിന് നാട്ടിലെ നല്ലവരായ എല്ലാ ആളുകളുടെയും നല്ലൊരു പിന്തുണ നമുക്ക് എപ്പോഴും ലഭിക്കാറുണ്ട്. അത് ഓണച്ചന്ത നടത്തുമ്പോഴാണെങ്കിലും ക്രിസ്മസ് കേക്കിൻ്റെ സ്റ്റാൾ തന്നെ നമ്മൾ അവിടെ കുടുംബശ്രീയുടെ പരിസരത്തായിട്ട് നമ്മൾ പഞ്ചായത്തിൻ്റെ അടുത്ത് ചെയ്യുമ്പോഴും നമ്മുടെ ക്രിസ്മസ് കേക്കുകളെല്ലാം വിറ്റ് പോകാറുണ്ട്. അതുപോലെ നമ്മൾ ടൗണിലേക്ക് കുറച്ചും കൂടെ വിശാലമായിട്ട് മാറി ജില്ലാതല വിപണന മേളയ്ക്ക് ഇവിടെ വേദി ഒരുക്കിയിരിക്കുകയാണ്. ഇതിനു വേണ്ടി പ്രയത്നിച്ച എല്ലാ ജില്ലാതലത്തിലുള്ള ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളെയും, അതുപോലെ നമ്മുടെ CDS ചെയർപേഴ്സൺ, മറ്റ് അംഗങ്ങൾ, ഭരണസമിതി അംഗങ്ങൾ, എല്ലാ ആൾക്കാരെയും ഞാൻ പ്രത്യേകം ഈ വേളയിൽ അഭിനന്ദിക്കുകയാണ്. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ A മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വണ്ണപ്പുറം സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഷിജോ സെബാസ്റ്റ്യൻ ആദ്യ വിൽപ്പന നിർവഹിച്ചു.
കുടുംബശ്രീ ജില്ലാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ ഷിബു ജി സ്വാഗതം ആശംസിച്ചു. നബാർഡ് DGM അരുൺ MS, ഷിജോ സെബാസ്റ്റ്യൻ, രജനി ഷിബു, നിയുക്ത ഭരണസമിതി അംഗങ്ങൾ എന്നിവർ ആശംസകൾ നേർന്നു. കുടുംബശ്രീ വണ്ണപ്പുറം ചെയർപേഴ്സൺ ഗിരിജ കുമാരൻ കൃതജ്ഞതയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ വണ്ണപ്പുറത്തും സായാഹ്ന OP തുടങ്ങി. ജീവനക്കാർ ആവശ്യത്തിനുണ്ടായിട്ടും വണ്ണപ്പുറം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മാത്രം സായാഹ്ന OP തുടങ്ങിയിരുന്നില്ല. തുടർന്ന് പഞ്ചായത്തും നാട്ടുകാരും ചേർന്ന് നൽകിയ നിരന്തര പരാതികൾക്ക് പിന്നാലെയാണ് OP തുടങ്ങിയത്. മലയോര പഞ്ചായത്തായ വണ്ണപ്പുറത്തിന്റെ ഉൾപ്രദേശങ്ങളിൽ നിന്ന് എത്തുന്നവർക്കും പട്ടേക്കുടി, വാൽപ്പാറ ഉൾപ്പെടെയുള്ള ആദിവാസി ഉന്നതികളിൽ നിന്ന് എത്തുന്നവർക്കുമാണ് സായാഹ്ന OP തുടങ്ങിയതിന്റെ പ്രയോജനം കിട്ടുക. കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി ഉയർത്തിയ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ 2 നഴ്സുമാരും 3 ഡോക്ടർമാരും 2 ഫാർമസിസ്റ്റുകളും ഉണ്ടെങ്കിൽ OP സമയം രാവിലെ 9 മുതൽ തുടർച്ചയായി വൈകിട്ട് 6 വരെ നടത്തണമെന്നാണ് സർക്കാർ ഉത്തരവ്. എന്നാൽ ഇത്രയും ജീവനക്കാരുണ്ടായിട്ടും വണ്ണപ്പുറം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മാത്രം സായാഹ്ന OP തുടങ്ങിയിരുന്നില്ല. വണ്ണപ്പുറം പഞ്ചായത്ത് ഭരണസമിതി ഈ ആവശ്യം ഉന്നയിച്ച് മെഡിക്കൽ ഓഫീസർക്ക് കത്ത് നൽകിയെങ്കിലും അത് നടപ്പാക്കാൻ മെഡിക്കൽ ഓഫീസർ തയ്യാറായില്ല. തുടർന്ന് പഞ്ചായത്ത് ഈ വിഷയം ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ഇതോടെ ഡോക്ടർമാരുടെ സംഘടനയുടെ ഇടപെടൽ ഉണ്ടാവുകയും സ്റ്റാഫ് നഴ്സുമാരുടെ കുറവുണ്ടെന്ന പേരിൽ സായാഹ്ന OP തുടങ്ങാതെ നീട്ടിക്കൊണ്ടു പോവുകയുമായിരുന്നു. ഇതിനിടയിൽ നാട്ടുകാർ ചീഫ് മിനിസ്റ്റർ വിത്ത് മീ എന്ന പരിപാടിയിൽ പരാതി നൽകി. ഇവിടെ നിന്നുള്ള ഇടപെടലും പഞ്ചായത്ത് കർശന നിലപാടും തുടർന്നതോടെയാണ് വ്യാഴാഴ്ച മുതൽ വണ്ണപ്പുറം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ സായാഹ്ന OP ആരംഭിക്കാൻ തീരുമാനമായത്. വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്തിൽ കുറേ നാളുകളായി നിർത്തിവെച്ചിരുന്ന സായാഹ്ന OP നിരന്തരമായ ഇടപെടലിനെ തുടർന്ന് വീണ്ടും തുടങ്ങാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പട്ടയക്കുടി, മുള്ളിരിങ്ങാട് പോലുള്ള മലയോര മേഖലകളിലെ ജനങ്ങൾക്ക് തൊടുപുഴ പോലുള്ള സ്ഥലങ്ങളിൽ പോയി അവരുടെ ഹോസ്പിറ്റലിൽ പോകുന്നതിന് ഒരു പരിധിവരെ പരിഹാരം കാണുന്നതിന് ഇങ്ങനെ ഒരു സായാഹ്ന OP തുടങ്ങുന്നത് വളരെ സഹായകരമായിട്ടുണ്ട്. DMO തലത്തിൽ നിരന്തരമായി ഇടപെട്ടതിനെ തുടർന്നാണ് വീണ്ടും ഒരു സ്റ്റാഫിനെ നമുക്ക് നിയമിച്ചു തരികയും പഞ്ചായത്ത് തലത്തിൽ നിന്ന് ഡോക്ടറെയും ഫാർമസിസ്റ്റിനെയും നിയമിച്ചുകൊണ്ടും ഇങ്ങനെ ഒരു OP തുടങ്ങാൻ സാധിച്ചത് എല്ലാ ആളുകൾക്കും പ്രയോജനമാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. മലയോര പഞ്ചായത്തായ വണ്ണപ്പുറത്തിന്റെ ഉൾപ്രദേശങ്ങളിൽ നിന്ന് എത്തുന്നവർക്കും പട്ടേക്കുടി, വാൽപ്പാറ ഉൾപ്പെടെയുള്ള ആദിവാസി ഉന്നതികളിൽ നിന്ന് എത്തുന്നവർക്കുമാണ് സായാഹ്ന OP തുടങ്ങിയതിന്റെ പ്രയോജനം കിട്ടുക. സായാഹ്ന OP തുടങ്ങിയ പല കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലും 6 മണിവരെയാക്കിയ OP സമയം 4 മണിവരെ ചുരുക്കാനുള്ള ശ്രമം നടക്കുന്നതായും രോഗികൾക്ക് പരാതിയുണ്ട്. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. പോത്താനിക്കാട് റൂറൽ സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ വാർഷിക പൊതുയോഗം നടത്തി. ചടങ്ങിൽ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്കും മികച്ച കർഷകർക്കും മികച്ച സഹകാരികൾക്കും ആദരവ് നൽകി. ബാങ്ക് പ്രസിഡന്റ് MM അലിയാർ അധ്യക്ഷത വഹിച്ചു. ഭരണസമിതി അംഗങ്ങളായ പ്രിൻസ് ജോർജ്, ബേബി പോൾ, CJ, NK മുഹമ്മദ്, സീന എൽദോ, ബീന ചന്ദ്രശേഖരൻ നായർ, ലൈല നജീബ്, ശാന്തൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. കോതമംഗലം വാരപ്പെട്ടി കവലയിൽ പ്രവർത്തിക്കുന്ന ഈ ബാങ്കിന്റെ പരിധിയിൽ വാരപ്പെട്ടി, പോത്താനിക്കാട്, പൈങ്ങോട്ടൂർ, പല്ലാരിമംഗലം പഞ്ചായത്തുകളാണ് വരുന്നത്. ബാങ്ക് സ്ഥാപിതമായി 25 വർഷം പൂർത്തിയാകുമ്പോൾ താലൂക്കിലെ മികച്ച സഹകരണ സ്ഥാപനമെന്ന അംഗീകാരം നാട്ടുകാർ പോത്താനിക്കാട് റൂറൽ സഹകരണ ബാങ്കിന് നൽകിയിട്ടുണ്ട്. വാരപ്പെട്ടി ടൗണിൽ 3 നിലകളിലായി പൂർത്തീകരിച്ചിട്ടുള്ള ഹെഡ് ഓഫീസ്, ആധുനിക സൗകര്യങ്ങളോടെയുള്ള ഓഡിറ്റോറിയം, പൊതുജനങ്ങൾക്കായി സാമൂഹിക പ്രതിബദ്ധതയോടെ ബാങ്ക് നിരവധി പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത്. ഇതിന്റെ ഭാഗമായാണ് വാർഷിക പൊതുയോഗത്തിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്കും മികച്ച കർഷകർക്കും മികച്ച സഹകാരികൾക്കും ആദരവ് നൽകിയത്.
ബാങ്ക് പ്രസിഡന്റ് MM അലിയാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഭരണസമിതി അംഗങ്ങളായ പ്രിൻസ് ജോർജ്, ബേബി പോൾ, പോൾ CJ, NK മുഹമ്മദ്, സീന എൽദോ, ബീന ചന്ദ്രൻ നായർ, ലൈല നജീബ്, ശാന്തൻ IS, മുൻ ബാങ്ക് പ്രസിഡന്റ് PS നജീബ്, പഞ്ചായത്ത് അംഗം KK ഹുസൈൻ തുടങ്ങിയവർ സംസാരിച്ചു. ഈ ഡിസംബർ കഴിഞ്ഞ് 26 തുടങ്ങുമ്പോൾ ഈ ബാങ്ക് സ്ഥാപിതമായി 25 വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഇവിടുത്തെ ബോർഡുകൾക്കും സ്ഥാപനമൊക്കെ നമ്മുടെ ചിന്തയിൽ വരുന്ന ചില കാര്യങ്ങളുണ്ട്. 25 വർഷം തുടങ്ങുന്ന സിൽവർ ജൂബിലി ആഘോഷത്തിന് വേണ്ടി ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന പദ്ധതിയാണ് ബാങ്ക് രൂപീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഒട്ടേറെ കാര്യങ്ങൾ നാളിതുവരെ ചെയ്ത മറ്റ് സഹകരണ ബാങ്കുകളെ അപേക്ഷിച്ച് എന്നും നമുക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന ഒരു സഹകരണ സ്ഥാപനമാണ് പോത്താനിക്കാട് റൂറൽ റീജിയണൽ കോഓപ്പറേറ്റീവ് ബാങ്ക്. അതിൻ്റെ ബോർഡംഗങ്ങൾക്കും സ്റ്റാഫുകൾക്കും അതിലേറെ അതിൽ അംഗങ്ങളായിരുന്നവർക്കും ഏറെ അഭിമാനത്തോടുകൂടി നമുക്ക് പറയാൻ കഴിയും. ബാങ്ക് സെക്രട്ടറി PS ഷിഹാബ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഭരണസമിതി അംഗങ്ങളായ എൽദോസ് തോമസ് സ്വാഗതവും PN വിജയൻ കുഞ്ഞ് നന്ദിയും രേഖപ്പെടുത്തി. 22 വർഷക്കാലം കൊണ്ട് നാളെ വരെ 4 പഞ്ചായത്തുകളെ പരിധിയിൽ വച്ചുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് സ്വന്തമായി സ്ഥലവും 3 നില കെട്ടിടവും ഒരു ഹാളുമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏറ്റവും നല്ല രീതിയിൽ ഞങ്ങൾ മുൻപന്തിയിൽ നിന്നുകൊണ്ടാണ് ഇവിടുത്തെ സഹകാരികൾക്ക് വേണ്ടി ഓരോ വർഷവും ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്ത വർഷം ഞങ്ങൾ 25 വർഷം തികയുന്ന സിൽവർ ജൂബിലി ആഘോഷമായി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് മെഡിക്കൽ ക്യാമ്പുകളും അതുപോലുള്ള പദ്ധതികളുമായി മുമ്പോട്ട് കൊണ്ടുപോകാനാണ് ഭരണസമിതി തീരുമാനിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. വാരപ്പെട്ടി പഞ്ചായത്തിൽ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ കേക്ക് മേള നടത്തി. വാരപ്പെട്ടി പഞ്ചായത്ത് ഓഫീസ് വളപ്പിൽ കുടുംബശ്രീ നടത്തിയ കേക്ക് മേള പഞ്ചായത്ത് പ്രസിഡന്റ് PK ചന്ദ്രശേഖരൻ നായർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് മെമ്പർമാരായ ദീപ ഷാജു, KK ഹുസൈൻ, KM സെയ്ദ്, ഷജി ബെസ്സി, പ്രിയ സന്തോഷ്, പഞ്ചായത്ത് സെക്രട്ടറി A അഫ്സൽ രാജ്, അസിസ്റ്റന്റ് സെക്രട്ടറി KK പ്രകാശ്, VOമാരായ വിഷ്ണുരാജ്, PS അജയൻ, CDS ഭാരവാഹികൾ, കുടുംബശ്രീ അംഗങ്ങൾ, പഞ്ചായത്ത് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. ചിക്കിങ്ങിന്റെ 25ാം വാർഷികത്തോടനുബന്ധിച്ച് ഡിസംബർ 22-ന് വമ്പൻ ഓഫറുകൾ പ്രഖ്യാപിച്ചു. ഓഫറിന്റെ ഭാഗമായി 25 പീസ് ചിക്കൻ 499 രൂപയ്ക്ക് ലഭിക്കും. കേരളത്തിലെ എല്ലാ ചിക്കിംഗ് ഔട്ട്ലെറ്റുകളിലും ഡൈനിൻ ടേക്ക് അവേ ഓപ്ഷനുകളിൽ ഇത് ലഭ്യമാണ്. Chicken, it's my choice. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ വിജയാഹ്ലാദ പ്രകടനം നടത്തി. തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം മങ്ങാട്ടുകല പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. നിരവധി നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു.
വർഷമായി തൊടുപുഴയിൽ പ്രവർത്തിക്കുന്ന സൈര ഷൂ മാർട്ട് നവീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു. തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ കളരിക്കൽ സിറ്റി സെന്റർ ബിൽഡിംഗിലാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത്. നവീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളിൽ നിർവഹിച്ചു. തൊടുപുഴയുടെ ഫുഡ്വെയർ വ്യാപാര രംഗത്ത് 2 ദശാബ്ദങ്ങളുടെ പാരമ്പര്യമുള്ള സൈര ഷൂ മാർട്ട് നവീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു. തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ കളരിക്കൽ സിറ്റി സെന്റർ ബിൽഡിംഗിലാണ് സൈര ഷൂ മാർട്ട് പ്രവർത്തിക്കുന്നത്. ചെരുപ്പുകൾ, ഷൂ, വാനിറ്റി ബാഗ്, ട്രോളി ബാഗ്, കുട തുടങ്ങിയവയുടെ അതിവിപുലമായ കളക്ഷനാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. മിതമായ വിലയിൽ മികച്ച ക്വാളിറ്റിയോടെയാണ് സൈര ഷൂ മാർട്ടിലെ ഓരോ ഉൽപ്പന്നവും വിൽക്കുന്നത്. പ്രമുഖ വ്യക്തികളുടെ സാന്നിധ്യത്തിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളി സൈര ഷൂ മാർട്ടിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. തൊടുപുഴ പട്ടണത്തിന്റെ വളർച്ച വലിയ ഒരു ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഹൈറേഞ്ച് മേഖലയിലുള്ള കൂടുതൽ ആളുകളും ഇന്ന് ആശ്രയിക്കുന്നത് തൊടുപുഴ പട്ടണത്തിലുള്ള വ്യാപാര സ്ഥാപനങ്ങളെയാണ്. തൊടുപുഴയുടെ ഘടന തന്നെ ഒന്ന് മാറിയിട്ടുണ്ട്. അത് നമ്മുടെ പി ജോസഫ് സാറിൻ്റെ ഇടപെടലും അദ്ദേഹം മന്ത്രിയായിരുന്ന കാലത്ത് കാട്ടിക്കൂട്ടിയിട്ടുള്ള കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ വലിയൊരു വികസനം തൊടുപുഴ പട്ടണത്തിലുണ്ട്. അതുകൊണ്ടാണ് കോർപ്പറേറ്റ് കമ്പനികളെല്ലാം, മൾട്ടിനാഷണൽ കമ്പനികളും കോർപ്പറേറ്റ് കമ്പനികളും തൊടുപുഴ നങ്കൂരം ഇട്ടുകൊണ്ടിരിക്കുകയാണ്. കുറേ അധികം കമ്പനികൾ നങ്കൂരം ഇട്ടിട്ടുണ്ട്. ഇനിയും പല കമ്പനികളും നങ്കൂരം ഇടാനുള്ള സാധ്യതയുമുണ്ട്. 11 കടകളുടെ ഉടമയായ സൈറയും ഒരു ചെറിയ കോർപ്പറേറ്റ് ആണ് എന്നാണ് ഞാൻ കരുതുന്നത്, ചെറിയ പാർട്ടിയല്ല. അപ്പൊ തീർച്ചയായിട്ടും ഇത് കൂടുതൽ വളർച്ചയിലേക്ക് പോകാൻ ഈ സ്ഥാപനത്തിന് ഇടവരട്ടെ. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് രാജു തെരണിയിൽ ആദ്യ വിൽപ്പന നടത്തി. ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ജോസ് കളരിക്കൽ ഏറ്റുവാങ്ങി. തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ സെക്രട്ടറി നവാസ് CK, ട്രഷറർ അനിൽ പീടികപ്പറമ്പിൽ, ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ജോസ് വർക്കി കാക്കനാട്ട്, മൊബൈൽ റീറ്റെയിൽ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഷെരീഫ് സർഗം, TN പ്രസന്നകുമാർ, ടോമി സെബാസ്റ്റ്യൻ, വിനോദ് ബാലകൃഷ്ണൻ, ഷെരീഫ് ലുലു തുടങ്ങി പ്രമുഖ വ്യക്തിത്വങ്ങൾ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. കഴിഞ്ഞ 20 വർഷമായി ഞങ്ങൾക്ക് തരുന്ന എല്ലാവിധ സഹകരണങ്ങളും തുടർന്നും തരണമെന്ന് മാനേജ്മെന്റ് അഭ്യർത്ഥിച്ചു.
വഴിയിൽ വീണുകിട്ടിയ സ്വർണമാല പോലീസിനെ ഏൽപ്പിച്ച് മാതൃകയായിരിക്കുകയാണ് പഴയരിക്കണ്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 3 മിടുക്കന്മാർ. സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളായ അഭിനവ് അജി, അഭിമന്യു വിനോദ്, ശ്രേയസ് ബാബുരാജ് എന്നിവരാണ് പഴയരിക്കണ്ടം തട്ടേക്കല്ല് ഭാഗത്തു നിന്ന് ലഭിച്ച മാല കഞ്ഞിക്കുഴി പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചത്. ഉടൻ തന്നെ പോലീസ് യഥാർത്ഥ അവകാശിയെ കണ്ടെത്തി മാല തിരികെ നൽകി. കഞ്ഞിക്കുഴി പോലീസ് ഇൻസ്പെക്ടറും സംഘവും ചേർന്ന് കുട്ടികളുടെ മാതൃകാപരമായ പ്രവർത്തനത്തെ അഭിനന്ദിച്ചു. ജനശ്രദ്ധയെ ആകർഷിച്ച് വസ്ത്രവ്യാപാരിയുടെ നാണയ ശേഖരം. തോപ്രാങ്കുടി കൂനമ്പാറയിൽ ചാക്കോച്ചൻ എന്ന 85-കാരനായ വ്യാപാരിയുടെ 1/2 കോടി രൂപ വിലമതിക്കുന്ന നാണയ ശേഖരമാണ് കാണികൾക്ക് കൗതുകമാകുന്നത്. കൊച്ചുമക്കൾക്ക് കളിക്കാൻ വേണ്ടി തുടങ്ങിയതാണ് ഈ നാണയ ശേഖരം. പിന്നീട് ഇത് ഒരു ഹരമായി മാറുകയായിരുന്നു. തോപ്രാങ്കുടി ടൗണിലെ കൂനമ്പാറയിൽ വസ്ത്രവ്യാപാര സ്ഥാപനത്തിൽ എത്തുന്നവരെ വരവേൽക്കുന്നത് ലക്ഷക്കണക്കിന് രൂപ വിലമതിക്കുന്ന വമ്പൻ നാണയശേഖരമാണ്. ഏഷ്യയിലെയും യൂറോപ്പിലെയും 50-ൽ പരം രാജ്യങ്ങളുടെ നാണയങ്ങളും കറൻസി നോട്ടുകളും ഇവിടെ കാണാം. കടയുടമ കൂനമ്പാറ ചാക്കോച്ചൻ എന്ന 85-കാരന്റെ 1/4 നൂറ്റാണ്ട് കാലമായുള്ള നാണയശേഖരമാണ് കടയിലേക്ക് എത്തുന്നവർക്ക് കൗതുകമാകുന്നത്. നമ്മൾ ആദ്യം ഒരു ഹോബിക്ക് വേണ്ടി തുടങ്ങി, പിന്നെ അതൊരു ശീലം മൂലങ്ങായി. ആദ്യം നമ്മൾ കുറേയെല്ലാം വിലയ്ക്ക് വാങ്ങിച്ച് ഈ നോട്ടുകൾ ഇല്ലാത്തതൊക്കെ വിലയ്ക്ക് വാങ്ങിച്ചു കൊടുത്തു. പിന്നീട് ഇത് കാണുമ്പോൾ ഓരോരുത്തരെ കാണുമ്പോൾ ഇത് അവർക്കൊരു രസം തോന്നി. ഇതുകൂടെ ഇരിക്കട്ടെ എന്നും പറഞ്ഞ് പലരും നമുക്ക് സംഭാവനയായിട്ട് ഒത്തിരി നോട്ടുകൾ തന്നു. കൊച്ചുമക്കൾക്ക് കളിക്കുവാൻ വെറുതെ ഒരു തമാശയ്ക്ക് തുടങ്ങിയതാണ് ഈ നാണയശേഖരണം. പിന്നീട് നാണയശേഖരണം ഒരു ഹരമായി മാറി. വൻ വില കൊടുത്തു പോലും വിവിധ രാജ്യങ്ങളുടെ നാണയങ്ങൾ, നോട്ടുകൾ എന്നിവ വാങ്ങാൻ തുടങ്ങി. പാരിതോഷികമായി ലഭിച്ചവയും ഇവയിൽ ഉൾപ്പെടുന്നു. ഓട്ടക്കാലണ, അരച്ചക്രം, മുക്കാൽ ചക്രം തുടങ്ങിയ നാണയങ്ങളും തിരുവിതാംകൂർ നാണയങ്ങൾ, തച്ചോളി ഒതേനന്റെയും ഉണ്ണിയാർച്ചയുടെയും കാലത്തെ പൊൻപണം, സ്വർണരാശികൾ, വെള്ളിരാശികൾ, വെള്ളിച്ചക്രങ്ങൾ, ശ്രീരാമ പട്ടാഭിഷേകം ആലേഖനം ചെയ്ത പഞ്ചലോഹ നാണയങ്ങൾ, മുഗൾ ഭരണകാലത്തെ അനുസ്മരിപ്പിക്കുന്ന കച്ചപ്പണം, മാഹിപ്പണം, ചോള, തഞ്ചാവൂർ, പുതുക്കോട്ട നാണയങ്ങൾ, ബ്രിട്ടീഷ് രാജാക്കന്മാരുടെയും രാജ്ഞിമാരുടെയും ചിത്രമാലേഖനം ചെയ്ത പൗരാണിക നാണയങ്ങൾ, വത്തിക്കാൻ നാണയങ്ങൾ, ജോർജ് 6-ാമന്റെ കാലത്തെ വാഴക്കുല നാണയങ്ങൾ, ബൈബിളിൽ പരാമർശിക്കുന്ന ദിനാറ, ഫിലിപ്പൈൻസ് അമേരിക്കൻ സംയുക്ത നാണയങ്ങൾ, ജപ്പാന്റെ 1000 യെൻ വെള്ളി നാണയം തുടങ്ങി 2000 വർഷം പഴക്കമുള്ള ഹസ്തനിർമ്മിത നാണയങ്ങൾ മുതൽ യൂറോ വരെയുള്ള ചരിത്രപ്രധാന നാണയങ്ങളും ചാക്കോച്ചേട്ടന്റെ ശേഖരത്തിലുണ്ട്. നാണയങ്ങൾ കൂടാതെ വിവിധ രാജ്യങ്ങളുടെ സ്റ്റാമ്പുകളും വിമാന, ട്രെയിൻ ടിക്കറ്റുകളും പുരാവസ്തുക്കളും ചരിത്ര വസ്തുക്കളുമെല്ലാം ഇപ്പോൾ ചാക്കോച്ചേട്ടൻ ശേഖരിക്കുന്നുണ്ട്. വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും കുടുംബശ്രീ പ്രവർത്തകരുമെല്ലാം നാണയശേഖരം കാണാൻ ഇവിടെ എത്താറുണ്ട്. 50-ൽ പരം പ്രദർശനവേളകളിലും ചാക്കോച്ചേട്ടന്റെ നാണയശേഖരം ഇതിനോടകം പ്രദർശിപ്പിച്ചിട്ടുണ്ട്. നാണയശേഖരത്തിൽ ചാക്കോച്ചേട്ടന് പിന്തുണയുമായി മക്കളും കൊച്ചുമക്കളും അടങ്ങുന്ന കുടുംബത്തിന്റെ വലിയ പിന്തുണയുണ്ട്. ജീവിതാവസാനം വരെ തന്റെ ഈ വിനോദം തുടരണമെന്നാണ് ഈ വയോധികന്റെ ആഗ്രഹം. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുതലക്കോടം ഹോളി ഫാമിലി ആശുപത്രിയുടെ നേതൃത്വത്തിൽ ക്രിസ്തുമസിനോടനുബന്ധിച്ച് 23-ന് ടൗൺ കരോൾ സംഘടിപ്പിക്കുന്ന ഹോസ്പിറ്റൽ മാനേജ്മെന്റ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. KPSTA ഉപജില്ലാ സമ്മേളനം നടന്നു. മുനിസിപ്പൽ കൗൺസിലർ NA അഗസ്റ്റിൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഡിസംബർ പാതി പിന്നിട്ടതോടെ മൂന്നാർ അതിശൈത്യത്തിന്റെ പിടിയിൽ. മൂന്നാറിലെ ചിലയിടങ്ങളിൽ അന്തരീക്ഷ താപനില -ഡിഗ്രി രേഖപ്പെടുത്തി. കുടുംബശ്രീ ജില്ലാ മിഷൻ ഇടുക്കി ജില്ലാതല ക്രിസ്മസ് വിപണന മേളയുടെ ഉദ്ഘാടനം വണ്ണപ്പുറത്ത് സംഘടിപ്പിച്ചു. മേളയുടെ ഉദ്ഘാടനം മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷൈനി റജി നിർവഹിച്ചു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ വിജയാഹ്ലാദ പ്രകടനം നടത്തി. തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം മങ്ങാട്ടുകൊല പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.